എന്താടി ഇത്ര കാര്യമായിട്ട് പ്രാർത്ഥിച്ചേ? നിന്റെ കുശുമ്പൊന്നും മാറാൻ. നടക്ക്. ലേഡി, നിന്റെ നേരിൽ ആൽത്തറയിൽ നിന്നെ തന്നെ നോക്കണ്. ഇവനാണെങ്കിൽ ഒരു പണിയും കൊടുക്കില്ല. കൈയാണെങ്കിൽ കരിങ്കല്ല് പോലെയാണ് ഇരിക്കുന്നത്. നീ എന്തുണ്ടാ ചിരിക്കുന്നേ? ആ കോപ്രായം കണ്ടിട്ട് മതിയടാ മതിയടാ, ചുമ്മല്ല നീ തോറ്റത്. എണീറ്റ് പോടാ. ഇനി ഞാൻ പിടിക്കട്ടെ. എന്നെ തോപ്പിക്കാൻ പറ്റുന്ന നോക്കട്ടെ. വാ പിടി കാണാട്ടാ. ഞാനിവിടെ ഉണ്ട്. ആ മറുപടി ഒന്നും പറഞ്ഞില്ല. തന്നോട് എത്ര വട്ടോ പറയണേ എനിക്ക് തന്നെ ഇഷ്ടമല്ലെന്ന്? ഹേയ്, അങ്ങനെ പറയരുത്. തന്നെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കണ എന്നോട് അങ്ങനെയൊന്നും പറയരുത്. ഇതൊരു നടക്കി പോകൂല. പിന്നെ നീ നല്ല അടി മേടിച്ചിട്ടേ പോവുള്ളൂ. ഇത് അസൂയാണ്. കൂട്ടുകാരിക്ക് നല്ല കൂട്ടുകാരനെ കിട്ടാത്തതിന്റെ അസൂയ. അയ്യ, നീ ഒന്ന് അടി. ആ അല്ല, പിശാച്. അപ്പൊ ശരി, തന്നെ കൊണ്ട് ഞാൻ പറയിച്ചോളാം. ഓ, എന്താണ് ആശാനെ? എന്താണ് ഇത്? എടാ, ഷിനുവിന്റെ പിള്ളേര് കൊടുത്ത പണിയായത്. ആണോടാ? പറഞ്ഞു കൊടുക്കണ. ഞാൻ ഒരു കുപ്പി മേടിക്കാൻ വേണ്ടി ബീവറേജിൽ പോയതാ. അപ്പൊ ഞാൻ നിന്ന ക്യൂലേക്ക് അവന്മാർ ഇടിച്ചു കയറി. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ ക്യൂലേക്ക് ഇടിച്ചു കയറി? തല്ലി. നമുക്ക് ചോദിക്കണം. ആശാൻ കയറി വണ്ടി എടുക്കടാ. ഞങ്ങളുടെ ചക്രത്തല്ലിട്ട് നീയൊക്കെ ഇവിടെ നിന്ന് വെള്ളം ഒഴിക്കണം. കള്ള് നിങ്ങളെ മുടിയും കൊണ്ടു. അയ്യോ അയ്യോ, വാടാ. പുലിയാടാ. അയ്യോ പൊട്ടിക്കണോ? അയ്യോ ഇനി നീ എന്റെ പിള്ളേരെ കാണാൻ തൊട്ടാ അരിഞ്ഞ നീ.
ആശാനെ വാ. കൂതുള്ള സാധനം. ചേട്ടാ ചേട്ടൻ ഏട്ടാ? ഞാൻ ഭയങ്കര വെടിവെപ്പുകാരനാണോ? എടോ വെടിക്കെട്ടുകാരനാണ്. ചേട്ടാ ഈ പ്രാവശ്യത്തെ വെടിക്കെട്ട് ഞാനാണ് സ്പോൺസർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ചേട്ടൻ വെടിയങ്ങ് അടിച്ചങ്ങൾ അത് ഞാൻ ഏറ്റടാ. അല്ല വേറൊന്നുമല്ല ചേട്ടാ, 10-12 കൊല്ലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആശ. അതുകൊണ്ട് ചേട്ടൻ അറിഞ്ഞങ്ങോട്ട് പെരുമാറിക്കോണം. നീ ഗൾഫുകാരനല്ലേ? പക്ഷെ കണ്ടാ പറയൂലട്ടാ, നിന്റെ വെടി ടകടകടകടകടകടകട പൊട്ടിക്കും. എന്താ പോരെ? ഓക്കെ പോരാ പോരാ ഇങ്ങോട്ട് പോരാ. ആശാനെ പൊട്ടിയാ മതിയായിരുന്നു. ഇത്തവണ നമ്മൾ അടിച്ച് പൊളിക്കുക ആശാനെ. പിള്ളേർക്ക് പൊളിച്ചിടാ. വേണ്ട നിന്നെ പൊളിക്കൂടാ. വീട്ടില് നിന്നോട് പറഞ്ഞ് വീട്ടിൽ പോവാൻ. ഇങ്ങനെയാണെങ്കിലേ എന്തായിരിക്കും കാണാട്ടാ. ചേട്ടന്റെ കുടുംബത്തിൽ ഒരാളെ പോയി പള്ളിങ്ങോട്ടില്ല. ഓട്ടാ നീ അത് വിട്. ഒന്ന് പോവാ. എന്താണ് വാസു? എന്തേ അമ്പലത്തിൽ ആനയാണ് ചേട്ടനൊന്ന് പറഞ്ഞു. എന്താ നിനക്ക് കളിക്കാൻ പാടില്ലേ? എന്നിട്ട് വേണം എന്റെ പിള്ളേര് നടന്നു പോകുമ്പോ അച്ഛനില്ലാത്ത പിള്ളേര് പോണോ അച്ഛനില്ലാത്ത പിള്ളേരൊന്നും നാട്ടുകാർ പറയാൻ ചേച്ചി ഒന്ന് പറയാ. വാസു അമ്പലത്തില് നല്ല ശർക്കര ഇരിക്കണ്ടാവും. ആ ശർക്കര എടുത്തുണ്ടായിട്ട് നന്നായിട്ട് അങ്ങ് ഉരുക്കി എടുക്കണം. ഉരുക്കിയോ? എന്നിട്ട് ഈ കമ്പെടുത്തോ. എന്നിട്ട് ആ വടം കൊണ്ടുപോയി ഈ ഉരുക്കിയ ശർക്കരയിൽ മുക്കിയെടുക്കണം. ഒരറ്റം അമ്പലപ്പറമ്പിലെ ആൽമര ഉണ്ടല്ലോ, ആൽമരത്തിൽ അങ്ങ് കെട്ടണം. എന്നിട്ട് മറ്റേ അറ്റം ആനയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ആന അതങ്ങ് ശർക്കരയല്ലേ, ആന വഴിക്കോളും. എന്നിട്ടെന്താ അപ്പൊ തന്നെ ആന പിണ്ടിടും, കയറ് പിണ്ടം. ആ കയറ് പിണ്ടത്തിന്റെ ഒരറ്റം കൊണ്ടുപോയി അപ്പുറത്തുള്ള തെങ്ങലും കുരുക്കി കെട്ടണം. കെട്ടിയോ? അപ്പൊ എന്താവും? ആന അഴയില് കിടന്നിങ്ങനെ ആടി കളിക്കും. എങ്ങനെയുണ്ട്? കളച്ചോ? അപ്പൊ ആനയുടെ വയറ്റിൽ കൂടെ അല്ലേ കമ്പ പോയത്? ഏതാണ് ആനനെ പോയി തളയ്ക്കണ്ടേ? ചേച്ചി ആനനെ പോയി തളയ്ക്കണ്ടേ? ഈ ബുദ്ധി നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ എത്ര ആന. ദൈവമേ, ഇങ്ങനെയുണ്ടോ മനുഷ്യര്? മുരുക ഹരികര പോവുകയാണ്, കാത്തോളണേ.